പ്രിയമുള്ള പ്രേക്ഷകരെ, സൂര്യനും ചൊവ്വയും തമ്മിൽ ഉള്ള ഒരു ദിഗ്രഹ യോഗമുണ്ട്. രവി കുജ യോഗം എന്നാണ് പറയുക. സൂര്യനും ചൊവ്വയും ഒന്നിച്ച് നിൽക്കുകയാണെങ്കിൽ അതൊരു ശുഭത്വമുള്ള യോഗമല്ല. ദിഗ്രഹ യോഗത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭൗമേന അഘരതം എന്നാണ്. സൂര്യനും ചൊവ്വയും കൂടി വന്നാൽ അത് അഘരതം, അഘത്തിൽ രതി, പാപകർമ്മങ്ങളിൽ വാസനയുണ്ടാക്കുന്ന ഒരു യോഗമാണ്. ഈ യോഗമൊക്കെ ഒരു വ്യക്തിയുടെ ജാതകത്തിൽ 3, 6 അല്ലെങ്കിൽ 9 ഭാവങ്ങളിൽ വരികയാണെങ്കിൽ ആ വ്യക്തി വളരെയധികം പാപകർമ്മങ്ങളിൽ, പാപരതികളിൽ ഏർപ്പെടും. അത് നല്ല ക്ഷേത്രങ്ങളിലാണെങ്കിൽ ഇദ്ദേഹം വലിയ ഓഫീസറാകും, അല്ലെങ്കിൽ വലിയ സർജനാകും. രക്തം കണ്ടാൽ അറപ്പ് തോന്നാത്ത വിധത്തിലുള്ള ധീരത, ശൗര്യം, സാഹസികത ഇതൊക്കെ ഇവർക്ക് വന്നു ചേരുന്നതാണ്. നല്ല രാശിയിലാണ് ഈ യോഗമെങ്കിൽ ഈ യോഗത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അവർ ക്രിയേറ്റീവായ കാര്യങ്ങളിൽ ഇടപെടുന്നതാണ്. ഞാൻ ഉദ്ദേശിച്ചു മിലിറ്ററിയിൽ വലിയ ഓഫീസറാവുക, യുദ്ധത്തിന് മുന്നിൽ നിൽക്കുക, ഫയർ എഞ്ചിൻ അല്ലെങ്കിൽ ട്രെയിനിൻ്റെ ലോക്കോ പൈലറ്റ് ആവുക, ഡ്രൈവർ എന്നർത്ഥം. അപ്രകാരം തന്നെ വിമാനത്തിലാണെങ്കിൽ പൈലറ്റ് ആവുക, നേവിയിലാണെങ്കിൽ വലിയ നേവൽ ഓഫീസർ ആവുക. അതൊക്കെ കൺസ്ട്രക്റ്റീവായ സൈഡിലാണെങ്കിൽ നല്ലത്. അതല്ലാതെ ഡിസ്ട്രക്റ്റീവായ ദുർബലമായ യോഗമാണ് സൂര്യനും ചൊവ്വയും ഉണ്ടാക്കുന്നതെങ്കിൽ ആ യോഗം അത് ഡിസ്ട്രക്റ്റീവായ സൈഡിലേക്ക് പോകും. സമൂഹത്തിൻ്റെ നന്മയ്ക്കല്ല, തിന്മക്കായി അവർ ഉപയോഗിക്കും. അനാവശ്യമായ പാപവാസനകളിൽ, പാപരതികളിൽ അവർ ഏർപ്പെടും. അതിനാൽ പലപ്പോഴും വലിയ തസ്കരന്മാർ, കള്ളന്മാർ, അപ്രകാരം വലിയ വലിയ ഗാങ്സ്റ്റർ ആവുക, ആളുകളെ കൊല്ലുന്ന രീതിയിലുള്ള മാനസികമായ പ്രവണത, അതിൽ ഉല്ലാസം കണ്ടെത്തുക, ഈ രീതിയിലുള്ള യോഗങ്ങളിൽ പോകും. ഈ ഡിസ്ട്രക്റ്റീവായ, നാശോന്മുഖമായ ഒരവസ്ഥയെ കാണിക്കുന്ന രാശികളിൽ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ ഇവരുടെ യോഗം വളരെ മോശമാണ്. അതിനാൽ ജാതകത്തിലൊക്കെ നാം പലപ്പോഴും കാണാറുണ്ട്, സൂര്യനും ചൊവ്വയും ഒക്കെ ഒന്നിച്ച് നിൽക്കുമ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവർ സമൂഹത്തിന് നിരക്കാത്ത സാമൂഹിക തിന്മയ്ക്കായി കൂട്ടുനിൽക്കുന്ന പല പ്രവണതകളും നമുക്ക് കാണാം. നമസ്തേ.